നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓഫീസ് നമ്മൾ പലരും ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്, ഓഫീസിൽ പോകുന്നവരാണ്, വരുന്നവരാണ്. ഓഫീസിൽ പണിയെടുക്കുക എന്നതിലുപരി ഓഫീസിലെ സഹപ്രവർത്തകരുമായി നമുക്കൊരു ബന്ധമുണ്ടാകും. അവരുമായി സംസാരിക്കും, അവരുമായി ഇടപെടും. പലർക്കും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും, പലർക്കും പല കാര്യങ്ങളിൽ ഉടക്കേണ്ടി വരും. അത്തരത്തിൽ ഓഫീസിലുള്ള സഹപ്രവർത്തകരുമായി പല കാര്യങ്ങളിൽ ഉടക്കുന്നവരുണ്ട്, സ്നേഹത്തോടെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഓഫീസ് പലർക്കും പല പല രീതിയിലുള്ള അനുഭവമാണ് സമ്മാനിക്കാറുള്ളത്, അല്ലേ? ഇപ്പോൾ ഇതാ നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചൊരു സംഭവമാണ്. ഓഫീസിൽ ഒറ്റപ്പെടുന്നു എന്ന കാരണത്താൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ വിഷമം വരുന്ന അല്ലെങ്കിൽ സങ്കടകരമായ ഒരു വാർത്തയാണ്. എലിവിഷം അകത്ത് ചെന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് കളക്ടറേറ്റിലെ എൻഡോസൾഫാൻ സെല്ലിലെ സീനിയർ ക്ലർക്ക് എ ആശാലത മരിച്ചു. 42 വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത്. ഓഫീസിൽ ഒറ്റപ്പെടുന്നു എന്ന മനോവിഷമമാണ് ആശാലതയെ കൊണ്ട് ഈ കടുംകൈ ചെയ്യിച്ചത്. വിഷം കഴിച്ചതിന് പിന്നാലെയാണ് യുവതിയുടെ ബന്ധുവാണ് ഇത്തരത്തിലൊരു മൊഴി പോലീസിന് നൽകിയിരിക്കുന്നത്. NGO യൂണിയൻ ജില്ലാ കൗൺസിൽ അംഗവും കളക്ടറേറ്റിലെ അക്ഷര ലൈബ്രറി ഭാരവാഹിയുമാണ് ആശാലത. എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലായിരുന്ന ആശാലതയെ 2 മാസം മുൻപാണ് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയത്. എന്തായാലും താൻ ഓഫീസിൽ ഒറ്റപ്പെടുന്നു എന്ന കാരണം ചൊല്ലി എലിവിഷം കഴിച്ച് ആശാലത ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന് ബന്ധു പറയുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് എന്താണ് പറയുന്നത് വരും മണിക്കൂറുകൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ കിട്ടുന്ന വിവരം ഇതാണ്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാൻ പോവുകയാണ്. ഓഫീസ് അത് വളരെയധികം പോസിറ്റീവായിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എല്ലാം കൊണ്ടും പോസിറ്റീവായി തന്നെ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് ഓഫീസ്. ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം. സ്ഥാപനമോ ജോലിയോ എന്തുമായിക്കൊള്ളട്ടെ, ഏത് ജോലി സ്ഥാപനത്തിലും പാലിക്കേണ്ടതായ ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഓഫീസിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൃത്യസമയത്ത് എത്തിച്ചേരുക. ഓഫീസിൽ എല്ലാ ദിവസവും വൈകി എത്തിച്ചേരുന്ന ഒരാളാണോ നിങ്ങളെങ്കിൽ അത് ഒട്ടും ശരിയല്ല. യാദൃച്ഛികമായോ നിങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ടോ വല്ലപ്പോഴും ഒരിക്കൽ വൈകുന്നത് കുഴപ്പമില്ല. പക്ഷേ സ്ഥിരം വൈകുന്നത് അത് മോശം തന്നെയാണ്. സ്ഥിരമായി വൈകി വരുന്നത് നിങ്ങളെക്കുറിച്ചൊരു മോശം ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പരാതി പറയുന്നുണ്ട് സഹപ്രവർത്തകരെ കുറിച്ച്, ഇരിക്കുന്ന കസേരയെക്കുറിച്ച്, കിട്ടുന്ന സാലറിയെക്കുറിച്ച്, മേധാവികളെക്കുറിച്ച് ഒക്കെ എപ്പോഴും കുറ്റം പറയുന്ന ശീലമുള്ളവരുണ്ട്. അത് ഒഴിവാക്കുക. എല്ലാവരെയും എപ്പോഴും കുറ്റം പറയുന്നവരെ വിശ്വസിക്കാൻ മറ്റുള്ളവർ തയ്യാറാകില്ല. വളരെ കാരണമുള്ള കഴമ്പുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റമാണെങ്കിലൊക്കെ ഇത് എപ്പോഴും എന്തിനേയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിമർശിക്കരുത്. മറ്റുള്ളവരെ വിമർശിച്ച് അവരുടെ ആത്മവിശ്വാസം കളയുന്ന രീതി ഒഴിവാക്കണം. മറ്റൊരാളെ അപമാനിക്കാനോ അയാളുടെ നാശം ആഗ്രഹിച്ചോ അസൂയ കൊണ്ടോ ഒക്കെയുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ടീം ലീഡറിനെയോ ബോസിനെയോ ഒക്കെ വിമർശിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? ഇല്ല. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകണം. ഏതൊരാളുടെയും ഉത്തരവാദിത്വം അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത് ജോലി ചെയ്യുക എന്നതാണ്. അതിനാണല്ലോ ഓരോരുത്തരെയും നിയമിച്ചിരിക്കുന്നത്. അതിനുള്ള വേതനം നമ്മൾ കൈപ്പറ്റുന്നതും അതിനാണ്. അപ്പോൾ ഔദാര്യമായി ചെയ്തു കൊടുക്കുന്ന മറ്റൊന്നും വേണ്ട. ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുമ്പോഴെല്ലാം സന്തോഷത്തോടെ ചെയ്യുക. മുഖത്തൊരു പുഞ്ചിരി എപ്പോഴും ഉണ്ടാകണം. മാത്രമല്ല, തെറ്റ് പറ്റുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ പലരുണ്ട് ആ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാകില്ല. മാത്രമല്ല, ആ തെറ്റ് സഹപ്രവർത്തകരുടെ മേൽ ചുമത്താൻ ശ്രമിക്കും. ഇത് രണ്ടും ശരിയല്ല. സഹായ മനസ്കത കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ സഹപ്രവർത്തകർ ചെയ്യേണ്ട ജോലി നിങ്ങൾ ഏറ്റെടുക്കരുത്. ആദ്യ തവണ അത് 2 കൂട്ടർക്ക് സന്തോഷപ്രദമായി തോന്നും, പിന്നീട് ആ സന്തോഷം നഷ്ടപ്പെടും. ആദ്യം നിങ്ങൾ ആ ജോലി ചെയ്യാൻ സന്നദ്ധത കാണിച്ചത് കൊണ്ട് പിന്നീട് പലപ്പോഴും അത് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരാക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓഫീസിലെ സഹപ്രവർത്തകരോട് എല്ലാവരോടും വീട്ടിലെ വിശേഷം പങ്കുവയ്ക്കേണ്ടതില്ല. ചിലരിലെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ വള്ളിപുള്ളി വിടാതെ ഓഫീസിൽ പങ്കുവയ്ക്കാറുണ്ട്. അതത്ര നല്ല ശീലമല്ല എന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്. എല്ലാവരോടും അത് എല്ലാം പങ്കുവയ്ക്കേണ്ടതില്ല. അപവാദം പറയരുത്. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാനുള്ള വേദിയല്ല ഓഫീസ്. മറ്റുള്ളവരെ കുറിച്ച് അവരുടെ കുറവുകളെയോ പോരായ്മകളെ കുറിച്ച് ചർച്ചയും വേണ്ട. രഹസ്യ ബന്ധങ്ങൾ സ്ഥാപിക്കരുത്. തെറ്റായ വ്യക്തിബന്ധങ്ങളും ശാരീരിക തൃഷ്ണകളും ശമിപ്പിക്കാനുള്ള സ്ഥലമല്ല ഓഫീസ്. അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുകയോ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഓഫീസിൽ സ്ഥാപിക്കുകയോ മുന്നോട്ട് കൊണ്ടുപോകുകയോ ചെയ്യരുത്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓഫീസ് സമയം പാഴാക്കരുത്. ജോലി സ്ഥലത്ത് ജോലിക്കായിരിക്കണം മുൻഗണന. അനാവശ്യമായ ഫോൺ കോളുകൾ, ചാറ്റിംഗ് ഇതൊന്നും ഓഫീസിൽ പാടില്ല. പിന്നെ ശാന്തമായ തൊഴിൽ പരിസരമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചത്തിലുള്ള സംസാരം പരമാവധി ഒഴിവാക്കുക. കാരണം നമ്മളുടെ ഓഫീസാണ്, ഓഫീസ് സ്പേസ് ആണ്. അവിടെ നമ്മൾ ഉച്ചത്തിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് ഉണ്ടാകില്ല. എല്ലാവർക്കും അത് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. പക്ഷേ നമ്മളുടെ മുഖം മുറിക്കേണ്ട അല്ലെങ്കിൽ പറഞ്ഞ് വഷളാക്കേണ്ട എന്ന് കരുതി പലരും അത് ചിലപ്പോൾ പറയാൻ പോലും മടിക്കാറുണ്ട്. അതുകൊണ്ട് താഴ്ത്തി സംസാരിക്കുക.
സംസാരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫീസ് എന്ന് പറയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാൽ അതൊരു പൊതുവിടമാണ്. പൊതുവിടത്ത് പാലിക്കേണ്ട പല കാര്യങ്ങളും ഈ ഓഫീസിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആരെയും അപമാനിക്കരുത്. ജോലി സ്ഥലത്ത് ലിംഗം, നിറം, ജാതി എന്നിവയുടെ പേരിൽ ആരെയും അപമാനിക്കരുത്. അതുപോലെ കൈകളുടെ ചലനവും സ്ഥാനവും ശ്രദ്ധിക്കുക. തൊട്ടും തലോടി സഹപ്രവർത്തകരോട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാത്രമല്ല, ഓഫീസിലെ ചില സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി താല്പര്യമുള്ളവയായിരിക്കാം, അതൊന്നും നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അതിൽ ഒരു സാധനം വേണം, അല്ലെങ്കിൽ ഓഫീസിൽ ഈ സാധനം വേണമെന്നും വാശി പിടിക്കാതിരിക്കുക. നിങ്ങളുടെ നേട്ടങ്ങളെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവതരിപ്പിക്കരുത്. അതുപോലെ എന്നെക്കൊണ്ട് അതിന് കൊള്ളില്ല എന്ന് മറ്റുള്ള അപകർഷതയും പ്രകടിപ്പിക്കരുത്. ഓർക്കുക, ശ്രദ്ധിക്കുക, ഓഫീസിലുള്ള എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. സുഹൃത്തുക്കളായി കാണേണ്ടവരെ സുഹൃത്തുക്കളായി കാണുക, കൊളീഗ്സായി കാണേണ്ടവരെ കൊളീഗ്സായി മാത്രം കാണുക. അതിനപ്പുറത്തേക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ, അത് ഈവൻ ഫ്രണ്ട്ഷിപ്പാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും അത് എല്ലാവർക്കും അത് ഫ്രണ്ട്ഷിപ്പായി തോന്നണം, അല്ലെങ്കിൽ എല്ലാവർക്കും അത് നമ്മളുമായി ഫ്രണ്ടാകാൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കാത്തുവെക്കാൻ താല്പര്യം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കി ഒരു കൊളീഗ് ബന്ധം മാത്രം സ്ഥാപിക്കുന്നതായിരിക്കും നമ്മുടെ മനസമാധാനത്തിന് നല്ലത്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഓഫീസ് എന്നാൽ ഓഫീസാണ്, അതൊരു കോളേജ് അല്ല, സ്കൂളല്ല. നമ്മൾ ഫ്രണ്ട്ഷിപ്പൊക്കെ ആഗ്രഹിക്കും, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ആഗ്രഹിക്കും, സുഹൃത്തുക്കൾ നമ്മൾ കൊടുക്കുന്ന സ്നേഹവും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന സൗഹൃദവും തിരിച്ചു കിട്ടാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ പലപ്പോഴും പലരുടെ ഭാഗത്തുനിന്നും നമ്മൾ കൊടുക്കുന്ന അതേ രീതിയിൽ കിട്ടിയെന്ന് വരില്ല, തിരിച്ച് കിട്ടണമെന്നില്ല. അതുകൊണ്ട് വിഷമിക്കുകയോ അല്ലെങ്കിൽ പരാതി പറയുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യരുത്. മറിച്ച് അത് മനസ്സിലാക്കി നമ്മൾ തന്നെ പിന്മാറുന്നതായിരിക്കും നല്ലത്. നമ്മളെ സ്വീകരിക്കുന്നവരും നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. അവരുമായിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ബന്ധം തുടർന്ന് പോവുക. മറ്റുള്ളവരുമായിട്ട് കൊളീഗ് ബന്ധം മാത്രം വയ്ക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ സാഹചര്യങ്ങൾക്ക് മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് തന്നെ പെരുമാറുക. ഓഫീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാകണമെന്നില്ല, എല്ലാവരും നമ്മളുടെ കൂടുതൽ അടുത്ത് ഇരിക്കണമെന്നില്ല. അപ്പോൾ ഓഫീസിൽ സുഹൃത്തുക്കളായി കാണേണ്ടവരെ സുഹൃത്തുക്കളായി കാണുക, കൊളീഗായി കാണുന്നവരെ കൊളീഗായിട്ട് കാണുക. അതൊരു വരമ്പുകൾ വയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ ഓഫീസിൽ ഏറ്റവും പ്രധാനം നമ്മൾ വരുന്നത് ജോലി ചെയ്യാനാണ്. ജോലി എടുക്കുക, സാലറി വാങ്ങുക, നന്നായിട്ട് നമ്മുടെ 100% ജോലിയിൽ മാത്രം നൽകി ശമ്പളം വാങ്ങുക, പോവുക. മറ്റ് ഒരു പോസിറ്റിവിറ്റിയൊക്കെ നിലനിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടി സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ ഇടപഴകേണ്ടതും അത്യാവശ്യം തന്നെയാണ്. പിന്നെ നമ്മളെ വില കുറച്ച് കാണിക്കുന്നവരെ തീർത്തും അവഗണിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.